ഐ എം ദ ഓൺലി വേ, ഐ എം ദ ഓൺലി ട്രൂത്ത് ആൻഡ് ഐ എം ദ ഓൺലി ലൈഫ് എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇത് മറ്റെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഉച്ചത്തിലേറ്റെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് യേശുവേ നന്ദി. ഹല്ലേലൂയ. നമ്മൾ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ രക്ഷാകരമായ പ്രവൃത്തികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് പ്രായോഗികമായി ഒരനുഗ്രഹമായിട്ട് മാറിയത്. ഈശോ കുരിശിൽ നേടിത്തന്ന രക്ഷയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. കാരണം ദൈവകരുണയുടെ ആധാരം എന്ന് പറയുന്നത് ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയാണ് ആണല്ലോ. അതുകൊണ്ടാണ് ദൈവത്തിന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതായത് പരിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം, ആ ദൈവത്തിന് അശുദ്ധിക്ക് പ്രവേശനമില്ല ആ ദൈവസന്നിധിയിൽ. അതുപോലെ ആ ദൈവത്തിന് തിന്മ സമ്മതിക്കാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ദൈവം അവിടുത്തെ അനന്തമായ കരുണയിലാണ് നമുക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച് പാപപരിഹാരം ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈശോയുടെ ആ രക്ഷ നമ്മൾ എന്തിലാണ് വിശ്വസിക്കേണ്ടത്. ഈ കരുണ നമ്മൾ സ്വീകരിക്കുന്നതിന് നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്, അതാണ് ഇന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരണം, എങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. എളുപ്പമാണ്, പക്ഷേ നമുക്കത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസം കൂടെ ഉണ്ട്? ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ദൈവകരുണയുടെ തിരുനാളായി. അപ്പോൾ 2023 ദൈവകരുണയുടെ തിരുനാളിന് വലിയ ദൈവാനുഗ്രഹം, മറക്കാനാവാത്ത ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കണം. ഹല്ലേലൂയ. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഒരിക്കലും ഈ ദൈവകരുണയുടെ തിരുനാള് നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും ഓൺലൈനിൽ സംബന്ധിച്ചതും പലയിടങ്ങളിലായിരുന്നു നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മുടെ ഹൃദയം തുറക്കണം. ഹൃദയം തുറക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരു പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവനെ, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവമേ, മഹത്വത്തിന്റെ പിതാവേ, ഉച്ചത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ.
ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ഉച്ചത്തിലേറ്റിയെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമേ, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ എന്താ പ്രാർത്ഥിച്ചേ? ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണം. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സത്യം, സുവിശേഷം യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നത് ഒരു വ്യക്തിയുടെ തലയിലല്ല, ഹൃദയത്തിലാണ്, അല്ലെങ്കിൽ ആത്മാവിലാണ്. കാരണം സുവിശേഷത്തെക്കുറിച്ച് വ്യക്തത കിട്ടുന്നത് ബുദ്ധിയിലല്ല, ആത്മാവിലാണ്. സുവിശേഷം എപ്പോഴും സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിനോടാണ്. അതുകൊണ്ട് ആത്മാവ് തുറക്കപ്പെടാതെ സുവിശേഷം ഗ്രഹിക്കാൻ പറ്റില്ല. സുവിശേഷത്തിന്റെ സത്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും, ആത്മാവ് തുറക്കപ്പെട്ടാലേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ഒരു അന്തരീക്ഷത്തിലാണ്. നിങ്ങളെല്ലാവരെയും കുറിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും വളരെ നല്ല ഒരു അരൂപിയിലാണ് ആയിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സന്തോഷത്തോടെ നമ്മളിപ്പോൾ വചനം കേൾക്കാനായിട്ട് തുടങ്ങാണ്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏറ്റു പറയണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏറ്റു പറയാൻ പറയും. അപ്പോൾ എതിരും ഇപ്പൊ ആദ്യം നിങ്ങൾ ഏറ്റു പറയേണ്ടത്, നമുക്ക് ആകെ കർത്താവേ ഉള്ളൂ എന്ന് പറഞ്ഞേ. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമുക്ക് ആകെ കർത്താവേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, നമുക്കാകെ, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കാകെ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത്. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ ഗ്രഹിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ആകെ കർത്താവേ ഉള്ളൂ. അപ്പം നമുക്ക് ആകെ പ്രതീക്ഷിക്കാനും കർത്താവേ ഉള്ളൂ. നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴിയും കർത്താവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കർത്താവിലാണ്. അതുകൊണ്ടാണ് ഈ കൊറിന്തോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ മനോഹരമായിട്ട് അതിനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം കർത്താവാണ് എന്ന് പറയാൻ അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകം എങ്ങനെയാണ്? 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം എങ്ങനെയാണ്? യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം കർത്താവാണ്. എല്ലാം കർത്താവാണ്. എല്ലാവരും കർത്താവിലാണ്. എല്ലാം കർത്താവാണ്. അതുകൊണ്ട് അവിടുന്ന് തന്നെ എല്ലാറ്റിൻ്റെയും അവകാശിയാക്കി മാറ്റി. എല്ലാം കർത്താവാണ്. അപ്പൊ അതുകൊണ്ട് പറയണം, നമുക്കാകെ. നല്ലതായിട്ട് പറയണം, നമുക്കാകെ. അപ്പൊ നമുക്കാകെ ഈശോ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെ പറയുന്ന ഏറ്റു പറയണം, ഈശോ നമുക്ക് വേണ്ടി ജീവിച്ചു. ഈശോ നമുക്ക് വേണ്ടി, അവസാനത്തെ മാത്രം നിങ്ങൾ പറഞ്ഞ, ഈശോ നമുക്ക് വേണ്ടി ജീവിച്ചു. ഇനി അടുത്തത്, ഈശോ നമുക്ക് വേണ്ടി പീഡ സഹിച്ചു. അപ്പൊ ഈശോ നമുക്ക് വേണ്ടി 2 പീഡ സഹിച്ചു. 3 ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഇനി അടുത്തത്, ദൈവം അവനെ ഉയർപ്പിച്ചു. അപ്പൊ എത്രയായി? 4ആയി. 5-ാമത്തേത്, അവൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. 1, ഈശോ നമുക്ക് വേണ്ടി, ഇങ്ങനെ പറയാം, ഈശോ നമുക്ക് വേണ്ടി ജനിച്ചു. അവിടെ തൊട്ട് തുടങ്ങാം. അപ്പൊ എത്രയായി? 6ആയോ? അപ്പോ ഈശോ നമുക്ക് വേണ്ടി ജനിച്ചു. 1. 2, ഈശോ നമുക്ക് വേണ്ടി ജീവിച്ചു. 3, ഈശോ നമുക്ക് വേണ്ടി പീഡ സഹിച്ചു. 4, ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. 5, ഈശോ ദൈവം അവനെ ഉയർപ്പിച്ചു. അടുത്തത് 7 അല്ലേ? 7ആണോ 6ആണോ? 6. ഏതാണ്? അവൻ നമുക്ക് വേണ്ടി, ഈശോ നമുക്ക് വേണ്ടി. അപ്പൊ പറഞ്ഞു, വേഗം പറഞ്ഞു. ഈശോ നമുക്ക് വേണ്ടി, ദൈവം അവൻ നമുക്ക് വേണ്ടി. 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ, 6 കാര്യങ്ങൾ വിശ്വസിക്കുന്നവരിലാണ് കരുണ ഒഴുകാൻ പോകുന്നത്. 6 കാര്യങ്ങൾ വിശ്വസിക്കുന്നവരിലാണ് കരുണ ഒഴുകാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ പോവാണ്. ഈശോ നമുക്ക് വേണ്ടി ജനിച്ചു. നിസ്സാര കാര്യമല്ലത്.
ഈശോ നമുക്ക് വേണ്ടി ജനിച്ചു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതായത് ഇപ്പോൾ ഒരു ഫിഷ് ടാങ്കിൽ കുറേ മത്സ്യങ്ങൾ, ഫിഷ് ടാങ്കിൽ പിന്നെ മത്സ്യം അല്ലാതെ മാകറി കിടക്കത്തില്ലല്ലോ, മത്സ്യങ്ങൾ. അപ്പോൾ ഒരു ഫിഷ് ടാങ്കിൽ നിറയെ മത്സ്യങ്ങൾ. ആ മത്സ്യങ്ങളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിക്കൊണ്ടിരിക്കുക. കടിപിടി കൂടുന്ന സമയത്ത് ഞാൻ ആ ഫിഷ് ടാങ്കിൻ്റെ ഓണറാണ്. ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം കടിപിടി കൂടിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ നിന്നിട്ട് ആംഗ്യം കാണിച്ചു, ഷൗട്ട് ചെയ്തു, വെള്ളം ഒന്ന് കലക്കി നോക്കി, ഒരു കമ്പിട്ട് കലക്കി, എന്നിട്ടൊന്നും ഇതുങ്ങൾക്കൊരു മര്യാദ ഉണ്ടാവുന്നില്ല. ആർക്കാണ്? എൻ്റെ ഫിഷ് ടാങ്കിലെ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക്, ഈ മത്സ്യ കുസൃതികൾക്ക് ഒരു മര്യാദയില്ല. ഞാൻ ആരാണ്? ഓണറാണ്, ഇതിൻ്റെ ഓണറാണ്. ആ ഓണറായ ഞാൻ ഇതിൻ്റെ ഗ്ലാസ്സിൽ തട്ടി നോക്കി, കളർ ലൈറ്റ് അടിച്ച് കാണിച്ചു നോക്കി, കമ്പിട്ട് ഇളക്കി നോക്കി, ഭക്ഷണം കൊടുക്കാതിരുന്ന് നോക്കി, എന്തെല്ലാം വഴി നോക്കിയിട്ടും ഇതുങ്ങൾക്കൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇതുങ്ങളെ നേരെയാക്കണം എന്ന് ഇതിൻ്റെ ഓണറായി എനിക്ക് വലിയ സ്നേഹവും ആഗ്രഹവും ഉണ്ട്. ഇതുങ്ങളിങ്ങനെ തമ്മിലടിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഇതുങ്ങളിങ്ങനെ തമ്മിലടിച്ച് മരിക്കുകയാണല്ല, എനിക്കതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഇതുങ്ങളെ രക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഉപമ ഏതാണ്ടൊക്കെ കത്തി വരുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ ലൈറ്റ് അടിക്കുന്നുണ്ടോ? മനസ്സിലായല്ലോ? അതായത് ഈ ഫിഷ് ടാങ്കിൻ്റെ ഓണർ ഈ കുളം കലക്കിയിട്ടും അല്ലെങ്കിൽ ഈ വെള്ളം ഇളക്കിയിട്ടും ഇതിനെ കമ്പെടുത്ത് പേടിപ്പിച്ചിട്ടും ഒന്നും ഇതുങ്ങൾ ശരിയാവുന്നില്ല. അപ്പം ഇത്രയും നേരം ഫിഷ് ടാങ്കിൻ്റെ ഓണർ ചെയ്തതിൻ്റെ പേരാണ് പഴയ നിയമം. പിടികിട്ടുന്നുണ്ടോ എന്തെങ്കിലും? ഫിഷ് ടാങ്കിൻ്റെ ഓണറായ ദൈവം മത്സ്യക്കുഞ്ഞുങ്ങളായി നമ്മളെ നേരെയാക്കാൻ എല്ലാ വഴിയും നോക്കി. പ്രവാചകന്മാരെ അയച്ചു, പേടിപ്പിച്ച് നോക്കി, വിരട്ടി നോക്കി, നാട് കടത്തി നോക്കി, പ്രവാസത്തിലേക്ക് വിട്ടു നോക്കി, മഹാമാരി അയച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഇതാരും നേരെയാവുന്നില്ല, കൂടുതൽ നശിക്കുന്നതല്ലാതെ വ്യത്യാസം. അപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ ഓണറായി എനിക്ക് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹം വന്നപ്പോൾ ഞാൻ അതുങ്ങളെ അത്രയും സ്നേഹിച്ചിരുന്നത് കൊണ്ട് അതുങ്ങളുടെ ഇടയിലേക്ക് ഒരു മത്സ്യമായിട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. അപ്പം നിങ്ങൾ ഓർക്കണം, ഇപ്പം ഞാനൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മത്സ്യത്തിനില്ലാത്ത 1000 ആനുകൂല്യങ്ങൾ എനിക്കുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ഈ മനുഷ്യൻ എന്ന ആ നിലവാരം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു മത്സ്യമാകാൻ തീരുമാനിച്ചു. കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മത്സ്യമായാൽ പിന്നെ ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ എൻജോയ് ചെയ്തിരുന്ന ഒന്നും എനിക്കിനി ഇല്ല. പക്ഷെ അതൊക്കെ അതിൻ്റെ എല്ലാ ദൂരവ്യാപകമായ അതിൻ്റെ ദുരന്ത ഫലങ്ങളും നന്നായി മനസ്സിലാക്കിയ ഞാൻ മത്സ്യമാകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു മത്സ്യമായി മാറി. ഒരു മത്സ്യമായി ഞാൻ ഈ ഫിഷ് ടാങ്കിലേക്ക് ഇറങ്ങിയതിൻ്റെ പേരാണ് മനുഷ്യാവതാരം. ഈശോ മനുഷ്യനായെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദൈവം മനുഷ്യനായി, ദൈവം മനുഷ്യനായി. നമ്മൾ നമ്മുടെ കസേര പോലും ഒഴിഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാത്തവരാ. നമ്മളിരിക്കുന്ന സീറ്റ് പോലും ഒന്ന് മാറി വേറൊരാൾക്ക് കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ്. അപ്പോഴാണ് ദൈവമാണെന്നുള്ള തൻ്റെ നില വേണ്ടാന്ന് വെച്ചിട്ട് മനുഷ്യനായിട്ട് മാറി. ഇനി ഈ ഫിഷ് ടാങ്കിലേക്ക് ഞാൻ വന്ന് ഇതുങ്ങളെല്ലാം ഉപദേശിക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. ഇതുങ്ങളെല്ലാം നന്നാക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. എനിക്ക് മനസ്സിലായി, ഇതുങ്ങൾക്ക് എങ്ങാനും ഇനിയൊരു മാറ്റം വരണമെങ്കിൽ ഞാൻ മരിക്കണം. അങ്ങനെ ആ ഫിഷ് ടാങ്കിൽ കിടന്ന് ബാക്കി മത്സ്യങ്ങളെല്ലാം കൂടെ എന്നെ ഉപദ്രവിച്ചും കടിച്ചും കൊന്നു. അപ്പൊ ഈ ഫിഷ് ടാങ്കിന്റെ ഉടമസ്ഥനായ എനിക്കൊരു അപ്പനുണ്ട്. ആ അപ്പൻ അസാധാരണ സിദ്ധികളുള്ള അപ്പനാണ്. ആ അപ്പൻ എന്നെ ഈ ഫിഷ് ടാങ്കിൽ നിന്ന് മരിച്ച എന്നെ ഉയർപ്പിച്ചു. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. മരിച്ച എന്നെ ഉയർപ്പിച്ച് ഞാനിപ്പോൾ എൻ്റെ ആ പഴയ മനുഷ്യനെന്ന നിലയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഫിഷ് വീണ്ടും മനുഷ്യനായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കഥയിലെ മത്സ്യമായി മാറിയ ഈ മത്സ്യത്തിൻ്റെ ഓണറിന് ഈ മനുഷ്യാവതാരത്തിന് ശേഷം ഒരു യാഥാർത്ഥ്യത്തിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിരിച്ചെനിക്ക് ജീവൻ കിട്ടി, ഞാൻ മനുഷ്യനായപ്പോഴും ഇപ്പോഴും ഞാൻ ഒരു മത്സ്യമാണ്. എനിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഈശോ ദൈവം മാത്രമല്ല, പിന്നെ ആരാ? മനുഷ്യാവതാരത്തിന് ശേഷം ഈശോ മരിച്ച് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഈശോ തൻ്റെ മനുഷ്യത്വം ഉപേക്ഷിച്ചിട്ടില്ല.
ഉണ്ടോ? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നമ്മൾ ആരാധിക്കുന്ന ദൈവത്വത്തിൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യത്വമുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യത്വമുണ്ട്. യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യ, അവനിൽ ഒരിക്കലും വേർപിരിയാതെ മനുഷ്യപ്രകൃതിയെ അവൻ സ്വാംശീകരിച്ച് അവൻ നമ്മുടെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത് ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ടേര്. ഈശോയിൽ ഇപ്പോഴും മനുഷ്യത്വമുണ്ട്, ഹ്യൂമൻ നേച്ചർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഒന്നാമത്തെ വിശ്വാസ സത്യം അതാണ്, യേശു എനിക്ക് വേണ്ടി ജനിച്ചു. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ ഞാൻ ഒരു വാക്ക് മാറ്റാൻ പോവാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി മരിച്ചു എന്നാണ്. ഞാൻ ഇനി അത് മാറ്റിയിട്ട് എനിക്ക് പകരം എന്നാക്കാൻ പോവാണ്. അപ്പൊ ഈശോ മിശിഹ എനിക്ക് പകരം ജനിച്ചു. ഇനി പറഞ്ഞോണം, 6 കാര്യങ്ങൾ പറയാനുണ്ട്. യേശു എനിക്ക് പകരം, യേശു എനിക്ക് പകരം, യേശു എനിക്ക് പകരം പീഡ സഹിച്ചു, യേശു എനിക്ക് പകരം മരിച്ചു, യേശു ദൈവം അവനെ ഉയർപ്പിച്ചു, യേശു എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് വെച്ചിരിക്കുക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ യേശു എനിക്ക് വേണ്ടി ജനിച്ചു. രണ്ടാമത്തേത്, യേശു എനിക്ക് വേണ്ടി ജീവിച്ചു. നമ്മൾ ഈ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം യഥാർത്ഥത്തിൽ ചിന്തിച്ചിട്ടുള്ളത് യേശു നമുക്ക് പകരം മരിച്ചു എന്ന് മാത്രമാണ്. നമുക്ക് പകരം യേശു ജീവിച്ചു എന്ന് നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്, എന്നെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. യേശു എനിക്ക് പകരം ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒത്തിരിയും ഖേദം തരുന്ന ഭൂതകാലമുണ്ട്, ദുഃഖിപ്പിക്കുന്നൊരു പാസ്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒത്തിരി സങ്കടമുണ്ട്. പല കാര്യങ്ങളും പറയണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, ജീവിക്കണ്ടായിരുന്നു എന്നൊക്കെയുള്ള കുറ്റബോധങ്ങളുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതം അയാൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് കുറ്റബോധങ്ങളുടെ ഒരു ഭണ്ഡാകാരവും ഭാണ്ഡക്കെട്ടുമാണ് മനുഷ്യന്റെ ജീവിതം. മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന് റിഗ്രറ്റ് ചെയ്യുന്നൊരു പാസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെ പറയാറുണ്ട്, ഏത് വിശുദ്ധനും ഒരു പാപിയുടെ ഭൂതകാലമുണ്ട്. എവ്രി സെയിന്റ് ഹാസ് എ സിന്നേഴ്സ് പാസ്റ്റ് ഓഫ് എ സിന്നർ, അല്ലേ? എല്ലാ പാപിക്കും ഒരു വിശുദ്ധനാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏത് മനുഷ്യന് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അന്നങ്ങനെ പറയണ്ടായിരുന്നു, അന്ന് ആ വഴിക്ക് പോകണ്ടായിരുന്നു, അന്ന് ആ തീരുമാനം എടുക്കണ്ടായിരുന്നു, അന്ന് ആ മണ്ടത്തരം കാണിക്കണ്ടായിരുന്നു. ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നൊരു പാസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ? അതായത് ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ വിഷമിക്കുന്നുണ്ട്. കർത്താവേ, അത് അന്നൊരു വിവേകം ഉണ്ടായില്ല, അന്ന് വേണ്ടത്ര ഒരു മച്യൂരിറ്റി ഉണ്ടായില്ല, അന്ന് കാര്യങ്ങളെ വേണ്ടത്ര ഗൗരവത്തോടെ കാണാനുള്ള കഴിവില്ലായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ, മനുഷ്യരോട് ഇടപെട്ട കാര്യങ്ങൾ, മനുഷ്യരെ കണ്ടത്, മനുഷ്യരോടുള്ള സമീപനങ്ങൾ, പറഞ്ഞ വാക്കുകൾ, എടുത്ത തീരുമാനങ്ങൾ, ചെയ്ത നിലപാടുകൾ, എല്ലാ കാര്യത്തിലും ഒരു വിഷമം കിടപ്പുണ്ട്. പക്ഷെ നമുക്കൊരു വലിയ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഒരിക്കലും ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇനി ഒരിക്കലും ആ പഴയ കാലത്തിലേക്ക്, അല്ലെ, ഒരു വട്ടം കൂടിയ പഴയ വിദ്യ തിരുമുറ്റത്തെത്തുവാൻ മോഹം മാത്രമേ ഉള്ളൂ, നടക്കത്തില്ല. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ നടന്ന വഴികളിലൂടെ ഒരിക്കൽ കൂടി നടക്കണമെന്ന് ആഗ്രഹിക്കാനേ പറ്റൂ, നടക്കാൻ പറ്റില്ല. ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു പോയി നേരെയാക്കാമെന്ന് ആഗ്രഹിക്കാനേ പറ്റൂ, ഒന്നും പറ്റില്ല. തിരിച്ചു പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 1995-96 കാലത്താണ്, 91 6 മറന്നുപോയി, പ്രായമായി വരികയല്ലേ, ഓർമ്മ വരെ പോവാ ഇപ്പം. അപ്പോ ഈ എനിക്ക് തോന്നുന്നു 91 96 ബാബറി മസ്ജിദ് തകർന്നത്. വർഷം ഏതായാലും 90s ആണ്. ഏതായാലും പിന്നെ ഞാൻ ആരെയും ഞാൻ മനുഷ്യനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്നായിരുന്നു 91 96 ഞാൻ ഓർക്കുന്നില്ല.
അപ്പൊ ഏതായാലും 90s ബാബറി മസ്ജിദ് തകർന്നു വീണു. അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പല സ്ഥലത്തും, പ്രത്യേകിച്ച് അയോധ്യയിലും അതിന്റെ പരിസരത്ത് ഡൽഹിയിലൊക്കെ വംശീയ കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലമാണ്. അപ്പോൾ ഒരു ഡിസംബറിലാണത്. അപ്പൊ അങ്ങനെ ഈ വർഗീയ കലാപത്തിന്റെ അഗ്നി തെരുവുകളിൽ കത്തിപ്പടരുന്ന മനുഷ്യനിങ്ങനെ ഈ പിന്നെ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന, പരസ്പരം പോരടിക്കുന്ന ആ കാലഘട്ടത്തിൽ ദി ഇലസ്ട്രേറ്റഡ് വീക്കിലി എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ മീഡിയ, ആ മാധ്യമ കമ്പനി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പൊ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോ ഇലസ്ട്രേറ്റഡ് വീക്കിലി പ്രസിദ്ധീകരിച്ച ആ പുസ്തകം പബ്ലിഷ് ചെയ്ത് റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ വാങ്ങാൻ വേണ്ടി തലസ്ഥാന നഗരത്തിന്റെ തെരുവുകളിൽ വമ്പിച്ച തിരക്കായിരുന്നു. ഒരു വശത്ത് ആയുധമെടുത്ത് ഹിന്ദുവും മുസ്ലിമും പോരടിക്കുന്ന സമയത്ത് മറുവശത്ത് ബുക്ക് സ്റ്റാളുകളുടെ മുമ്പിൽ നീണ്ട ക്യൂ കാണപ്പെട്ടു. അപ്പോ മനുഷ്യർ ശ്രദ്ധിച്ചു, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചു, ക്യാമറ കണ്ണുകൾ മിന്നി. എന്തുകൊണ്ടാണ്? ഇത് ആരുടെ പുസ്തകം വാങ്ങാനാണ്? 12 വയസ്സുള്ള 12ാമത്തെ വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച, അതായത് ക്യാൻസറിന്റെ വിഷരേണുക്കൾ സിരകളെ കൊത്തിത്തിന്ന് മരിച്ച ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു 12കാരിയുടെ മരണത്തിന് മുമ്പ് അവൾ എഴുതിയ കുറച്ച് കവിതകൾ അമ്മ ഖുഷി ബദറുദ്ദീൻ അവളുടെ കട്ടിലിനടിയിൽ, മെത്തക്കടിയിൽ നിന്ന് കണ്ടെടുത്തിട്ട് അത് ഇലസ്ട്രേറ്റഡ് വീക്കിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഉദാത്തമായ കവിതകളാണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ അക്ഷരത്തെറ്റ് പോലും തിരുത്താതെ അവർ ഈ മാസികയിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നെ ഈ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം അവരൊരു പുസ്തകമായിട്ട് ഇറക്കുകയും ചെയ്ത ഗീതാഞ്ജലിയുടെ പദ്യങ്ങളടങ്ങിയ പുസ്തകമാണിത്. അത് വാങ്ങാനാണ് ഈ വംശവൈര്യത്തിന്റെ വാളെടുത്ത് മനുഷ്യൻ വെട്ടുന്ന തെരുവീഥികളിൽ മനുഷ്യൻ അതൊന്നും ഭയക്കാതെ ഈ പുസ്തകം വാങ്ങാൻ നിൽക്കുകയാണ്. ഉദാത്തമായ കവിതകളാണ്, ഉദാത്തമായ കവിതകൾ. ഒരു മകള് ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോന്നതിന് മുമ്പ് ചോരയും കണ്ണീരും ചാലിച്ചെഴുതിയ കവിതകൾ, ഗീതാഞ്ജലിയുടെ കവിതകൾ. 12കാരി ഗീതാഞ്ജലിയുടെ കവിതകൾ. ആ കവിതകളിലെ ഒരു കവിത ഇങ്ങനെയാണ്. അവൾ പറയുകയാണ്, ഘടികാരത്തിന് വിപരീത ദിശയിൽ ഒരു ഭ്രമണപഥം സാധ്യമായാൽ, എന്ന് പറഞ്ഞാൽ ക്ലോക്കൊന്ന് തിരിച്ചു കറങ്ങിയാൽ. ഗീതാഞ്ജലി എഴുതുകയാണ്, ക്ലോക്കൊന്ന് തിരിച്ചു കറങ്ങിയായിരുന്നെങ്കിൽ, ഘടികാരം വിപരീത ദിശയിലൊന്ന് കറങ്ങിയായിരുന്നെങ്കിൽ പിന്നിട്ട വഴികളിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാമായിരുന്നു. അമ്മച്ചയെ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു. അപ്പനും അമ്മയും വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. വിവാഹമോചനത്തിന്റെ വാള് ഡെമോക്ലീസിന്റെ വാള് പോലെ തലേ തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പനും അമ്മയും ഇങ്ങനെ തമ്മിലടിക്കുന്ന മധ്യാഹ്നങ്ങളിലും രാത്രികളിലും ഒന്നുകൂടെ ഒന്ന് തിരിച്ചു ചെന്നിട്ട് അവരോട് വഴക്കടിക്കരുതെന്ന് പറയാമായിരുന്നു. രോഗം ബാധിച്ചതിന് ശേഷം ഇനി ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത വിദ്യാലയത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോകാമായിരുന്നു. അധ്യാപകരെയൊക്കെ കുറെ കൂടെ സ്നേഹിക്കാമായിരുന്നു, കുറച്ചുകൂടെ ബഹുമാനിക്കാമായിരുന്നു, കുറച്ചുകൂടെ ഡിസിപ്ലിൻഡായ ഒരു കുട്ടിയാകാമായിരുന്നു. ഓടി നടക്കാൻ ഇഷ്ടപ്പെട്ട തൊടികളിലും ഇടവഴികളിലും ഒക്കെ ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കാമായിരുന്നു. ഗീതാഞ്ജലി ചിന്തിക്കുകയാണ്, ക്ലോക്ക് ഒന്ന് തിരിഞ്ഞു കറങ്ങിയിരുന്നെങ്കിൽ. മരണം കാത്തിങ്ങനെ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഈ കൊച്ചെഴുതുക, ക്ലോക്ക് ഒന്ന് തിരിഞ്ഞു കറങ്ങിയായിരുന്നെങ്കിൽ. എൻ്റെ ഒടുവിൽ അവളിങ്ങനെ എഴുതുകയാണ്, പക്ഷെ ഗീതാഞ്ജലിക്ക് അറിയാം ഘടികാരം തിരിഞ്ഞു കറങ്ങില്ല, ക്ലോക്ക് തിരിഞ്ഞു പോവില്ല. മരണത്തിൻ്റെ മണിയൊച്ച മുഴങ്ങുന്നുണ്ട്. ഗീതാഞ്ജലിയെ കൊണ്ടുപോകാൻ മരണത്തിൻ്റെ ദൂതൻ എത്താറായി. ഘടികാരം തിരിഞ്ഞു കറങ്ങില്ല. ഗീതാഞ്ജലി തിരിച്ചറിഞ്ഞ സത്യം മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാലത്തെയും മനുഷ്യൻ തിരിച്ചറിഞ്ഞ സത്യമാണ്. കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്കില്ല. പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കിടക്കുന്ന സമയത്ത് മൃതദേഹത്തിനരികിലൊക്കെ നിന്ന് ചങ്കത്തടിച്ച് കരയുന്ന ആളുകൾ പദം പറയുന്നത് കേട്ടിട്ടില്ലേ? കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു. എൻ്റെ അടുത്തൊരു മകൻ പറഞ്ഞു, വിങ്ങിപ്പൊട്ടിക്കരഞ്ഞിട്ടാണ് പറഞ്ഞത്, അച്ഛാ അപ്പം വയ്യാതെ കിടന്ന സമയത്തൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടൊരു ജോലി കിട്ടാൻ, പക്ഷെ ജോലി കിട്ടിയപ്പോഴേക്കും അപ്പം പോയി. ജോലി കിട്ടിയപ്പോഴേക്കും അപ്പം പോയി. ഇനിയിപ്പോൾ ജോലി കിട്ടിയിട്ടെന്താ? അപ്പന് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല.
തിരിച്ചുപോക്കില്ല കേട്ടോ, തിരിച്ചുപോക്കില്ല. ക്ലോക്ക് തിരിഞ്ഞ് കറങ്ങില്ല. ഇതാണ് മനുഷ്യന്റെ എല്ലാ കാലത്തെയും നിതാന്തമായ സങ്കടങ്ങളിലൊന്ന്. ക്ലോക്ക് തിരിച്ച് കറങ്ങില്ല. അങ്ങനെ എല്ലാ കാലത്തെ എല്ലാ മനുഷ്യരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സുവിശേഷം പറയുകയാണ്, യേശു നമുക്ക് പകരം ജീവിച്ചിട്ടുണ്ടെന്ന്. ഞാനത് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. യേശു നമുക്ക് പകരം ജീവിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതായത് ഞാൻ നടന്ന എല്ലാ വഴികളിലൂടെയും അവൻ നടന്നു. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള എല്ലാ ദുഃഖ അനുഭവങ്ങളിലൂടെയും കണ്ണീർ വഴികളിലൂടെയും അഗ്നി തടാകങ്ങളിലൂടെയും അവൻ നടന്നു നീങ്ങി. ഇപ്പൊ ഉദാഹരണത്തിന് ഡാനിയേലച്ചൻ നടന്ന സകല വഴികളിലൂടെയും എനിക്ക് പകരം യേശു നടന്നിട്ടുണ്ട്. വെറുതെ നടക്കുകയല്ല, ഞാൻ തോറ്റ എല്ലായിടത്തും അവൻ ജയിച്ച് പുറത്തു വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്കിനി തിരിച്ചുപോയി എല്ലാം നേരെയാക്കാൻ പറ്റില്ല, പക്ഷെ സങ്കടപ്പെടണ്ട, നീ ജീവിക്കേണ്ടതായിരുന്ന ഒരു ജീവിതം നിനക്ക് പകരം ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് എനിക്ക് പകരം യേശു ജീവിച്ചു എന്നതിൻ്റെ അർത്ഥം. മനുഷ്യന് അപ്പോ അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കുറ്റബോധങ്ങൾ ഇല്ലാതാവുകയാണ്. എനിക്ക് കുറച്ചുകൂടെ ചെയ്യാമായിരുന്ന സകല കാര്യങ്ങളും യേശു എനിക്ക് പകരം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ക്ലാസിക്കലായ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്കറിയുമോ? അതായത് ഈശോ എന്തിന് അമ്മയുടെ മാറ് പറ്റി ഈജിപ്തിലേക്ക് പോകണം? ഈശോ എന്തിന് അമ്മയുടെ മാറിക്കിടന്ന് ഈജിപ്തിലേക്ക് പോകണം? എന്തിനാ പോയെന്നറിയാമോ? അവന്റെ പൂർവികര് അടിമത്തത്തിൽ കിടന്ന നാടാ അത്, ഈജിപ്ത്. അവൻ ആ പ്രവാസത്തിലേക്ക് അമ്മയുടെ മാറ് പറ്റി യാത്ര ചെയ്തു. അതായത് ദ ഹോൾ ഹ്യൂമാനിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് യേശു ഇങ്ങനെ പോകുന്നത്. പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക്, കണ്ണീരിലേക്ക്, മനുഷ്യൻ വീഴുന്ന സകല തിന്മയുടെ വഴികളിലൂടെ യാത്ര. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈശോ മഗ്ദലന മറിയത്തെ പോലെ ഒരു അഡ്രസ് ഇല്ലാത്ത പെൺകുട്ടിയെ അവന്റെ കൂട്ടുകാരിയാക്കിയത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എന്തിനാണ് ഇത്രയും നൊട്ടോറിയസ് ആയ ഒരു സ്ത്രീയെ, ഇത്രയും കുപ്രസിദ്ധയായ ഒരു സ്ത്രീയെ എന്തിനാണ് ഈശോ കൂട്ടുകാരിയാക്കിയത്? മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈശോയുടെ കൂടെ രാത്രിയും പകലും നിഴലുപോൾ ഇവള് സഞ്ചരിച്ചിട്ടുണ്ടാവും. എന്തിനാ അവളെ കൂടെ കൂട്ടിയേ? നാട്ടുകാർ മുഴുവൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ചുങ്കക്കാരുടെയും വേശ്യകരുടെയും സ്നേഹിതൻ എന്ന് യേശുവിനെ വിളിച്ചത് ഇവളെ കൂടെ കൂട്ടിയുണ്ടാവും. എന്തിനാന്നറിയാമോ? ഏത് മനുഷ്യനും ഈ വ്യഭിചാരത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഓടി അകലണമെന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? വ്യഭിചാരത്തിൽ നിന്ന് എന്തിനാ ഓടി അകലാൻ പറഞ്ഞേ? അത് അതുകൊണ്ടല്ല ഓടി അകലാൻ പറഞ്ഞത്, നിന്നാൽ ഏത് മനുഷ്യനും വീഴും. നിന്നാൽ ഏത് മനുഷ്യനും വീഴും. അത്രയും സെൻസിറ്റീവാണത്, അത്രയും വൾണറബിൾ ആണത്. അതുകൊണ്ട് അത്രയും ഏത് മനുഷ്യനെയും തളർത്തിക്കഴിയാൻ സാധ്യതയുള്ള ഈ തിന്മ ഈശോ പറഞ്ഞത് ഓടി അകലാൻ പറഞ്ഞത്. എന്നിട്ട് ഈശോ എന്ത് ചെയ്യുന്നറിയാമോ? ആ നാട്ടിലെ ഈ തിന്മ ഏറ്റവും എളുപ്പത്തിൽ ഈ തിന്മയിലേക്ക് വീഴിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ, ആരെയും വശീകരിച്ച് ഈ പാപത്തിലേക്ക് വീഴ്ത്താൻ പറ്റുന്ന ഒരു പെണ്ണിനെ കൂട്ടുകാരിയാക്കി. എന്നിട്ട് അവളുടെ കൂടെ നടന്നു. എന്നിട്ട് അവസാനം പറഞ്ഞു, ഈ ലോകത്തിന്റെ അധികാരി വന്നിട്ടുണ്ട്, പക്ഷെ അവൻ എൻ്റെ മേൽ അധികാരമില്ല, കാരണം ചിന്തയെപ്പോലും ഞാൻ ഇവളുമായിട്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം എന്നറിയാവോ? ഞാൻ ഈ മേഖലയിൽ ഒത്തിരിയും വീണിട്ടുള്ള ഒരാളാണെങ്കിൽ ഈശോ എന്നോട് പറയാണ്, നീ വിഷമിക്കണ്ട, നീ ജീവിക്കേണ്ട ജീവിതം ഈ മഗ്ദലന മറിയത്തിന്റെ കൂടെ നടന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ടടാ, നിനക്ക് പകരം. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈശോ നമുക്ക് പകരം മരിച്ചു എന്നല്ലേ നമ്മൾ സാധാരണ പറഞ്ഞിട്ടുള്ളൂ. ഈശോ നമുക്ക് പകരം ജീവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ജീവിക്കേണ്ടിയിരുന്ന ഒരു ജീവിതമുണ്ട്. പിതാവ് നമ്മളെക്കുറിച്ച് നാം ചെയ്യേണ്ടിയിരുന്ന സൽപ്രവർത്തികളുണ്ട്. പിതാവ് നമ്മളെക്കുറിച്ച് കണ്ട ഉദാത്തമായ ഒരു ജീവിതമുണ്ട്. അത് ജീവിക്കാൻ ഈ ഡാനിയേലിന് പറ്റിയിട്ടില്ല, എനിക്ക് പറ്റിയിട്ടില്ല. ഓർക്കുമ്പോഴൊക്കെ എനിക്ക് നിങ്ങൾക്കും നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് നല്ല സങ്കടമുണ്ട്. ആഗസ്തീനോസും പത്രോസും ഫ്രാൻസിസ് അസീസിയും ഒക്കെ രാപകലില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്തിട്ടാണ്. കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് അതിന്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ എന്തെന്നറിയാമോ? ഈശോ സ്നാപയോഹന്നാന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് സ്നാപയോഹന്നാൻ പറയും, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ
നീ എൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പൊ ഈശോ പറഞ്ഞു, ഇപ്പൊ ഇത് സമ്മതിക്കുക, അങ്ങനെ സകല നീതിയും ഞാൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സകല നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം എൻ്റെ ജനത്തിന് പകരമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശുവിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോൾ അയാളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ സകല കുറ്റബോധത്തെയും യേശു ഒരു സർജിക്കൽ കട്ട് ചെയ്തിട്ട് കർത്താവ് പറയാണ്, പാസ്റ്റ് ഈസ് ഗോൺ, നീ വിഷമിക്കണ്ട. നീ ഒത്തിരി വിഷമിക്കുന്നില്ലേ, നീ ഇങ്ങനല്ല ജീവിക്കേണ്ടിയിരുന്നെന്ന് വിചാരിച്ചിട്ട് സാരമില്ലടാ, നീ ജീവിക്കേണ്ട ജീവിതം ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. നീ ജീവിക്കേണ്ട ജീവിതം ഞാൻ ജീവിച്ചിട്ടുണ്ട്. നീ ഇത് വിശ്വസിക്ക്. ഈശോ എനിക്ക് പകരം ജീവിച്ചു. ഇപ്പൊ മനസ്സിലായോ? എനിക്ക് പകരം ജീവിച്ചു. ഞാൻ തോറ്റു കിടന്ന എല്ലാ സ്ഥലത്തും യേശു ജയിച്ച് പുറത്തു വന്നു. യേശു എനിക്ക് പകരം ജനിച്ചു, എനിക്ക് പകരം ജീവിച്ചു. മൂന്നാമത്തേത്, എനിക്ക് പകരം പീഡ സഹിച്ചു. പാപത്തിന് ശിക്ഷയുണ്ട്, ക്രോധം ഒക്കെ പറഞ്ഞു, പാപത്തിന് ശിക്ഷയുണ്ട്, മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ ശിക്ഷ ആരാ ഇനി ഏറ്റുവാങ്ങണ്ടേ? ഞാനാണ് ഏറ്റുവാങ്ങണ്ടേ? ആണല്ലോ. ഏത് പാപത്തിന് ചെയ്ത മനുഷ്യനാണ് തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത്, ആണല്ലോ. അതെ. ഞാൻ ഒരു 2 ഉദാഹരണം പറയാം. ഞാൻ രണ്ടും എൻ്റെ ഉദാഹരണമല്ല, രണ്ടും ഞാൻ കേട്ടതാണ്. ഉദാഹരണത്തിന്റെ കോപ്പിറൈറ്റ് എനിക്കില്ല, ആരോ പറഞ്ഞ ഉദാഹരണം, പക്ഷെ നല്ല ഉദാഹരണങ്ങളായതുകൊണ്ട് പറയാം. ഉദാഹരണം ഇതാണ്. ഓക്കെ. ഒന്നാമത്തെ ഉദാഹരണം ഇതാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരു അപ്പനും അമ്മയ്ക്കും 2 മക്കള്, സമജാത ഇരട്ടകൾ എന്ന് കേട്ടിട്ടുണ്ട്. ഐഡന്റിക്കൽ ട്വിൻസ്. രണ്ടുപേരെയും കണ്ട ഒരുപോലെ ഇരിക്കും. ചിലർ ഇരട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. അത് അവർ തമ്മിലുള്ള സാദൃശ്യത്തെക്കാളും ഉണ്ട് നമ്മൾ അവരും തമ്മിലുള്ള സാദൃശ്യം. അപ്പോൾ ഇരട്ട എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്ഭുതം വരും. പക്ഷേ ഈ സമജാത ഇരട്ട എന്ന് പറഞ്ഞാൽ, ഐഡന്റിക്കൽ ട്വിൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപോലെ ഇരിക്കും, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ ചേട്ടനും അനിയനും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇരട്ടയെന്ന് പറഞ്ഞാൽ രണ്ടും ഓക്കെ. അപ്പോ ഏതാണ്ട് ഒരേ സമയത്താണല്ലോ. അപ്പോ അതിലെ മൂത്ത ആൾ, ആദ്യം വന്ന ആളെന്ന് കൂട്ടിക്കും. രണ്ടുപേരും ഒരുപോലെ ആണെങ്കിലും രണ്ടുപേരുടെയും സ്വഭാവം രണ്ടായിരുന്നു. മൂത്ത മകൻ ദൈവപ്രസാദവും മനുഷ്യപ്രീതിയും ഉള്ളവനായിട്ട് വളർന്നു, ഇളയവൻ ഒരു ക്രിമിനലായിട്ട് ജീവിച്ചു. മരിക്കുന്ന സമയത്ത് അപ്പനും അമ്മയും കണ്ണുനീരോടെ ഈ മൂത്തവനോട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല നന്നാക്കാനും നേരെയാക്കാനും. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് മക്കളെ പറയുക, എന്ത് ചെയ്താലും വേണ്ടില്ല, ആ കൊച്ചനെ ഒന്ന് നേരെയാക്കണം കേട്ടോ. അത് കണ്ടിട്ട് മരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അപ്പനും അമ്മയും മരിച്ചു. പിന്നെ ചേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവനെ നേരെയാക്കാണ്. പക്ഷെ ഇവൻ ചേട്ടൻ പറഞ്ഞാന്നും കേൾക്കത്തില്ല. ഒരിക്കലൊരു ബന്ധം, ഒരു ഹർത്താല്. അപ്പോൾ ആ ഹർത്താലിനിടയിലേക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കാടാ ധൈര്യം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് ആ ഹർത്താലിനിടയിലോട്ട് പോയി ഓടിക്കേറി. അങ്ങനെ തല്ലായി, ബഹളമായി. അങ്ങനെ ഇവൻ ഈ പ്രകോപനത്തിന് കാരണമാക്കിയിട്ട് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് പലരെയും കുത്തിമുറിവേൽപ്പിച്ചു. 2-3 പേര് മരിച്ചു. നാട്ടുകാർ ഇവനെ ഓടിച്ചു. ഇവൻ ഓടി മറഞ്ഞു. അങ്ങനെ ഇരുളിന്റെ മറവിൽ ഇവനിങ്ങനെ ഒളിച്ചും പാത്തും, നാട്ടുകാർ ഇവനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒളിച്ചും പാത്തും വീടിന്റെ പിന്നാമ്പുറത്തെത്തി അടുക്കള വാതിക്ക് വന്നിങ്ങനെ മുട്ടി വിളിച്ചു. ചേട്ടൻ ഇങ്ങനെ ഉറങ്ങാതെ വിഷമിച്ച് കാത്തിരിക്കുകയാണ്. ചേട്ടൻ വന്ന് അടുക്കള വാതിൽ തുറക്കുമ്പോൾ ചോരയെ കുളിച്ച് അനുജൻ നിൽക്കുകയാണ്. ചേട്ടാ, അബദ്ധം പറ്റിപ്പോയി, സഹായിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കഥ കടച്ച് കുറ്റിയിട്ടിട്ട് വേഗം അവനോട് പറഞ്ഞു, ഈ രക്തം വരേണ്ട വസ്ത്രമെല്ലാം ഊരി വെച്ചിട്ട് പെട്ടെന്ന് പോയി കുളിക്കാൻ പറഞ്ഞു. അവൻ കുളിക്കാനായിട്ട് കയറിയപ്പോൾ ചേട്ടൻ ധരിക്കാറുള്ള, സാധാരണ ധരിക്കാറുള്ള ടൈപ്പ് വസ്ത്രങ്ങൾ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, കുളിച്ചിട്ട് ഇത് മാറിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ കുളിച്ച് അവൻ ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വരുമ്പോൾ അനുജൻ ധരിച്ചിരുന്ന ചോര പുരണ്ട വസ്ത്രങ്ങളും ധരിച്ച് ചേട്ടൻ നിൽക്കുകയാണ്. അപ്പൊ ചേട്ടൻ എന്താ ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അനുജൻ അത്ഭുതപ്പെടുന്ന സമയത്ത് പറയുകയാണ്, നീ ഒന്നും മിണ്ടരുത്, ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം, മോൻ അകത്തോട്ട് കയറിക്കോ, ഇനി വാതിൽ തുറക്കരുത്, ഇനി വെളി വരരുത്, ഒന്നും ആരോടും പറയരുത് എന്ന് പറഞ്ഞ് വെളിയിൽ വന്ന് വാതിൽ തല്ലിപ്പൊളിക്കാൻ ആർത്തിരമ്പുന്ന ഈ നാട്ടുകാർ, ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ചേട്ടൻ അനുജന്റെ വസ്ത്രങ്ങളും ധരിച്ച് ഇറങ്ങിച്ചെന്നു. നാട്ടുകാർ പൊതുരെ തല്ലി പോലീസിൽ ഏൽപ്പിച്ചു. കോടതി കേസ് വ്യവഹാരങ്ങൾക്കൊടുവിൽ ഈ കുറ്റം ചെയ്തു എന്ന് നാട്ടുകാർ വിചാരിച്ചിരിക്കുന്ന ഈ ചേട്ടനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ജയിലില് ചേട്ടനെ കാണാൻ അനുജൻ വന്നു. പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനിത് എല്ലാവരോടും പറയാൻ പോവാണ്,
എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വെപ്രാളമാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, ഞാനല്ലേ തെറ്റ് ചെയ്തത്, ചേട്ടൻ ഈ മരണം കാത്ത് കിടക്കാണ്, ഞാൻ എല്ലാവരോടും പറയാൻ പോവാണ്. വാ പൊത്തിയിട്ട് പറഞ്ഞു, മിണ്ടരുത്, ആരോടും ഒന്നും പറയരുത്. മോനെ, അപ്പനും അമ്മയും മരിക്കുന്ന സമയത്ത് കണ്ണുനീരോടൊരു കാര്യം പറഞ്ഞായിരുന്നു, നീ എങ്ങനെയെങ്കിലും നന്നാവണം, നീ നന്നാവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതം കൊടുത്താലും വേണ്ടില്ല, നീ നന്നാവുക എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് തിരിച്ചയച്ച് ഒടുവിൽ കൊലക്കയറിലേക്ക്, തൂക്കുമരത്തിലേക്ക് ഈ ചേട്ടൻ നടന്നുപോയതാണ് ആദ്യത്തെ ഉദാഹരണം. തെറ്റ് ചെയ്തത് അനുജൻ, കുറ്റമേറ്റതും ശിക്ഷ സഹിച്ചതും ചേട്ടൻ. യേശു എനിക്ക് പകരം മരിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും എണ്ണി എണ്ണി ശിക്ഷ അനുഭവിക്കേണ്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ശിക്ഷിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞാൻ ഏറ്റുവാങ്ങേണ്ട ശിക്ഷ എനിക്ക് പകരം വേറൊരാൾ ഏറ്റെടുത്തു. ഞാൻ ഏറ്റുവാങ്ങേണ്ട ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുത്തു. എനിക്ക് പകരം അവൻ ജീവിച്ചു, എനിക്ക് പകരം അവൻ പീഡ സഹിച്ചു. പീലാത്തോസിന്റെ അരമന കോടതിയിൽ ഈശോ വിചാരണ കാത്തു നിൽക്കുമ്പോ, വിചാരണയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ നാടകീയമായ ചില രംഗങ്ങൾ അരങ്ങേറി. പീലാത്തോസിന്റെ മേശപ്പുറത്തൊരു കത്ത് കിടപ്പുണ്ട്. ഭാര്യ കൊടുത്തു വിട്ട കത്താണ്. നിങ്ങളുടെ മുമ്പിൽ വിചാരണയ്ക്ക് കാത്തു നിൽക്കുന്നത് നീതിമാനാണ്, അയാളെ ഒന്നും ചെയ്യാൻ പാടില്ല. ആ നീതിമാൻ എന്നെ സ്വപ്നത്തിൽ വന്ന് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഭാര്യ കൊടുത്തു വിട്ട കത്ത് മേശപ്പുറത്ത് കിടക്കുമ്പോൾ പീലാത്തോസിന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ബോധ്യവും തീരുമാനവും ഉണ്ടായിരുന്നു, ഇയാളെ വെറുതെ വിടണം. അതുകൊണ്ടാണ് പരിസേയര് നിയമജ്ഞന് കൊണ്ടുവന്നൊരു കേസ്, അവര് പറഞ്ഞ വിവരണങ്ങളും അവര് പറഞ്ഞ ആരോപണങ്ങളും അപ്പാടെ വെട്ടി വിഴുങ്ങാതെ അയാൾ റീട്രയലിന് വീണ്ടും വിചാരണയ്ക്ക് ഉത്തരവിട്ടത്. വീണ്ടും ക്രോസ് ചെയ്തു യേശുവിനെ. അതെന്തിനാണെന്നറിയാം? വെറുതെ വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നില്ല, കുരിശിൽ തറയ്ക്കാന്ന് പറഞ്ഞ അവര് ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ അദ്ദേഹം ചെയ്തത് തിരുനാളിന് ഒരു കുറ്റവാളിയെ വിട്ടുകൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, തിരുനാളിന് ബറാബാസിനെ യേശുവിനെ നിർത്തിയിട്ട് പറഞ്ഞോ. ഈ പീലാത്തോസ് വിചാരിച്ചു യേശുവിനെ മതി എന്ന് അവർ പറയുമെന്ന്. പക്ഷേ പീലാത്തോസിന്റെ എല്ലാ പ്രതീക്ഷകൾക്കും ഘടകവിരുദ്ധമായി ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. അവിടെ അയാൾ പരാജയപ്പെട്ടു. അപ്പൊ ഇനി അയാൾക്ക് എങ്ങനെയെങ്കിലും യേശുവിനെ വെറുതെ വിടണം എന്നുണ്ടെങ്കിൽ റോമൻ കോടതി വ്യവസ്ഥയിൽ ഒരു നിബന്ധനയും ഒരു നിയമവും ഒരു ആനുകൂല്യവും ഉണ്ടായിരുന്നു. ന്യായാധിപന് കുറ്റവാളിയെ വെറുതെ വിടാം, നിരുപാധികം വെറുതെ വിടാം. ന്യായാധിപന് തോന്നുകയാണ് ഇയാൾ നിരപരാധിയാണ്, വെറുതെ വിടാം. കോർട്ട് ഓഫ് ലോയിൽ വ്യവസ്ഥയുണ്ട്, ചുമ്മാ വിട്ടേക്കാം. പക്ഷെ വെറുതെ വിടണമെങ്കിൽ ഈ കുറ്റവാളി പറയണം, യജമാനനെ ഞാനിത് ചെയ്തിട്ടില്ല, ഡിഫെൻഡ് ചെയ്യണം. ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആള് പറയണം, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണം, ഞാൻ ചെയ്തിട്ടില്ല, എന്നാ വെറുതെ വിടാം. അപ്പൊ മത്തായിയുടെ സുവിശേഷം നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഈ പരിസേയര് നിയമജ്ഞരും പ്രമാണിമാര് കള്ളസാക്ഷികളെ ഒരുമിച്ച് കൂട്ടി 100 കണക്കിന് ആരോപണങ്ങൾ യേശുവിനെതിരെ പടച്ചു വിടുമ്പോൾ പീലാത്തോസ് അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഇവർ ഇത്രയും ആരോപണങ്ങൾ നിനക്കെതിരെ പറഞ്ഞിട്ടും നീ എന്താണ് ഒരു വാക്കുപോലും മറുപടി പറയാത്തത്? നീ എന്താണ് ഒരു വാക്കുപോലും മറുപടി പറയാത്തത്? നീ എന്താണ് ഡിഫെൻഡ് ചെയ്യാത്തത്? എന്താണ് അയാൾ വ്യംഗ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്? പരോക്ഷമായി അയാൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, നീ ചെയ്തിട്ടില്ല എന്ന് പറയടാ. ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നിന്നെ എനിക്ക് വെറുതെ വിടാം, നിന്നെ വെറുതെ വിടാം, നീ ചെയ്തിട്ടില്ലെന്ന് പറ. പക്ഷേ അവിടെ മത്തായി എഴുതുകയാണ്, വിശുദ്ധ മത്തായി എഴുതുകയാണ്, അവന്റെ മൗനം ദേശത്തിന്റെ അധിപതിയെ ആശ്ചര്യപ്പെടുത്തി. ഇത് പറഞ്ഞ ഇങ്ങനെ ഒരു പൊട്ടനുണ്ടോന്ന് അയാൾ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരു വിഡ്ഢിയുണ്ടോന്ന് അയാൾ വിചാരിക്കുന്നത്. അതായത് രക്ഷപ്പെടുത്താൻ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, 100 വഴി ഞാൻ നോക്കി, ഇത് അവസാനത്തെ വഴി ഞാൻ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നീ എന്തെങ്കിലും ഒന്ന് മിണ്ടടാ, നീ എന്തെങ്കിലും ഒന്ന് പറ, ചെയ്തിട്ടില്ലെന്ന് പറ, നിന്നെ വെറുതെ വിടാ. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. അവന്റെ മൗനം ദേശാധിപതിയെ ആശ്ചര്യപ്പെടുത്തി. ചോദ്യം, എന്തുകൊണ്ട് മിണ്ടിയില്ല? ഇവർ ആരോപിക്കുന്ന എല്ലാ കുറ്റങ്ങളും യേശുവിന് പറയാം, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. കാരണം യേശു അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈശോ ഒന്നുപോലും ഡിഫെൻഡ് ചെയ്യാതെ ഒരു നാണം കെട്ടവനെ പോലെ തലകുനിച്ച് കൈകെട്ടപ്പെട്ട് അവിടെ നമ്രശിരസ്കനായി നിന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഈശോ അപ്പോൾ അവിടെ നിന്നത് എനിക്ക് പകരമായിട്ടാണ്, എൻ്റെ സ്ഥാനത്താണ്
യേശു ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പകരമാണ്, എൻ്റെ സ്ഥാനത്താണ്, എനിക്ക് കിട്ടേണ്ട ശിക്ഷ വാങ്ങാനാണ്. അതാ ഈശോ ഒന്നും മിണ്ടാതിരുന്നത്. ഈശോ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പകരം പീഡ സഹിച്ചു, എനിക്ക് പകരം ജനിച്ചു, എനിക്ക് പകരം ജീവിച്ചു, എനിക്ക് പകരം പീഡ സഹിച്ചു, എനിക്ക് പകരം മരിച്ചു, എനിക്ക് പകരം മരിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ മുറിവുകളാൽ നാം സൗഖ്യമാക്കപ്പെട്ടു. എല്ലാവരും അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന്, അതിനാൽ എല്ലാവരും മരിച്ചുവെന്ന് നിശ്ചയമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് ഉത്തേജനം നൽകുന്നു. അപ്പൊ യേശു എനിക്ക് പകരം മരിച്ചു, ദൈവം അവനെ ഉയർപ്പിച്ചു. അടുത്തത്, ദൈവം അവനെ ഉയർപ്പിച്ചു കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ഈ നാടകം അവസാനിച്ചിട്ടില്ല, ഈ സിനിമ അവസാനിച്ചിട്ടില്ല, ഈ ജീവിതം തീർന്നിട്ടില്ല. അവൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവൻ സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കാനുണ്ട്. എന്തെന്നറിയോ? ഈ മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അന്തോണീസ് മധ്യസ്ഥം വഹിക്കുന്ന പോലെ, അൽഫോൻസാമ മധ്യസ്ഥം വഹിക്കുന്ന പോലെ അല്ല യേശുവിന്റെ മധ്യസ്ഥം. കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി പീഡ സഹിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. ദൈവം അവനെ ഉയർപ്പിച്ചു. അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് അവൻ എനിക്ക് പകരം ജീവിച്ചതും ജനിച്ചതും സഹിച്ചതും മരിച്ചതും ഒക്കെ പിതാവിന്റെ സന്നിധിയിൽ എടുത്തുയർത്തിക്കൊണ്ട് പറയുകയാണ്, അവരെ വെറുതെ വിടണം, അവരെ ശിക്ഷിക്കരുത്, അവരുടെ ശിക്ഷ ഞാൻ സഹിച്ചതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഇതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു നമുക്ക് പകരം ചെയ്ത കാര്യങ്ങളിലുള്ള വിശ്വാസം. കരുണ കിട്ടുന്ന എപ്പോഴെന്നറിയാമോ? ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. ഇത് വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും. അപ്പൊ ഈ നമ്മൾ പറഞ്ഞില്ലേ, കരുണയുടെ ചിത്രത്തിന്റെ താഴെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ജീസസ് ആയി എന്താ ട്രസ്റ്റ് ചെയ്യുന്നത്? ഈ കാര്യങ്ങളിലുള്ള എൻ്റെ ഉറപ്പ്, എൻ്റെ ട്രസ്റ്റ്, എൻ്റെ ആശ്രയം, എൻ്റെ ശരണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഈ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ റോമാലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. അപ്പൊ ദൈവ കരുണ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് യേശുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. യേശുവിലുള്ള വിശ്വാസം. ഇപ്പൊ മനസ്സിലായി എന്താ യേശുവിലുള്ള വിശ്വാസം എന്ന്? എന്താ? യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, യേശു എനിക്ക് പകരം ജനിച്ചു, ജീവിച്ചു, പീഡ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ദൈവം അവനെ ഉയർപ്പിച്ചു, അവൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കാര്യം കൂടെ എന്തെന്നറിയാമോ? അതായത് ഇത് വിശ്വസിക്കുമ്പോ ഉണ്ടല്ലോ, അയാൾക്ക് എന്താ കിട്ടുന്നതെന്നറിയാം? പറ. പരിശുദ്ധാത്മാവിനെ. ഇത് വിശ്വസിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ്. അതായത് യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കാണ് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ.